ഞാൻ ഫിഫ്ക പ്രതിനിധി ജോസ് തോമസിലേക്ക് പോകുന്നു. ജോസ് തോമസ്, ഈ വിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പെൺകുട്ടി അനുഭവിച്ച യാതനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ആ ദുരിതത്തിനും ഈ വിധി കൊണ്ട് പരിഹാരമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരളം പ്രതീക്ഷിച്ചിരുന്ന വിധിയല്ല എന്നുള്ളതാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരും രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരും നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ജോസ് തോമസ്. ഡോക്ടർ അരുൺകുമാർ, ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഫെഫ്ക പ്രതിനിധിയല്ല, ഫെഫ്കയുടെ ഒരു അംഗമാണെന്നേ ഉള്ളൂ. ഫെഫ്ക അല്ല എന്നെ ഈ ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിനിധി എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഈ വിധിയിൽ ഞാനും തൃപ്തനല്ല. കാരണം ഇവര് ജീവിതകാലം മുഴുവൻ ഇരുമ്പഴിക്കുള്ളിലാവണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റും. ഒരു കോടതി വിധിക്കുമ്പോൾ അതെന്താണ് ഇതിൽ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് അഭിപ്രായം പറയാൻ മാത്രമേ പറ്റൂ. ഇനിയിപ്പോൾ കോടതി കണ്ടിരിക്കുന്നത് ഇതിൽ ഗൂഢാലോചനയില്ല, ഇയാള് ബോൺ ക്രിമിനലാണ്, അതുകൊണ്ട് ഇയാളും കൂട്ടാളികളും ചേർന്ന് റേപ്പ് ചെയ്തതാണ്, അതിന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷയാണോ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് അല്ലെങ്കിൽ ഈ 6 പേർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയിൽ ഞാൻ തൃപ്തനേയല്ല. സിനിമാ രംഗത്താരും തൃപ്തരല്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ അഭിപ്രായങ്ങൾ പറയുകയല്ലേ നിവൃത്തിയുള്ളൂ, മറ്റൊരു നിവൃത്തിയില്ലല്ലോ. ജോസ് തോമസ്, ഇതിൽ 8ാമത്തെ പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിലടക്കം നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി തൃപ്തികരമായൊരു വിശദീകരണം ഈ വിധിന്യായത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. എൻ്റെ കയ്യിലും ആ വിധിന്യായം കിട്ടിയിട്ടില്ല. അഭിഭാഷകർക്ക് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഹാർഡ് കോപ്പി കിട്ടും. പക്ഷേ പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങൾ, അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ്. അതല്ലാതെ ഈ സിനിമാ തൊഴിൽ മേഖലയിലെ താഴ്ന്ന ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ഈ പൾസർ സുനിക്കും മാർട്ടിനെ പോലുള്ളവർക്കും ഒരു നടിയോട് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടാകുമെന്ന് ജോസ് തോമസിന് തോന്നുന്നുണ്ടോ? ഇയാൾ നേരത്തെയും ഇതുപോലുള്ള കേസുകളിൽ പ്രതിയാണ്. ഒരു നടിയെ അയാൾ കാറിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിലൂടെയും ചുറ്റിത്തിരിച്ചു കൊണ്ടുവന്ന കഥയൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ അറിഞ്ഞതല്ലേ. ഇയാള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ 7ാം പ്രതി മുതൽ 10ാം പ്രതികളെ വരെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അത് രാമൻ പിള്ള വക്കീൽ വന്ന് വാദിച്ചിട്ടാണ്, അല്ലെങ്കിൽ പണമെറിഞ്ഞാണ് അവര് രക്ഷപ്പെട്ടതെന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ടല്ലോ. അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇനി പൾസർ സുനി പണമെറിഞ്ഞിട്ടാണോ ഇത്രയും കുറഞ്ഞ ശിക്ഷ മേടിച്ചത് എന്നിനി ആരെങ്കിലും പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും കോടതി വിധിയെ അംഗീകരിക്കുന്ന ഒരാളാണ്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വിളിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞാണ്. എന്താന്ന് വെച്ചാൽ അന്ന് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് നീതിന്യായ കോടതി പറയുന്നു അയാൾ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ചർച്ചയ്ക്ക് വരാനും അയാളെ അനുകൂലിക്കാനും ശ്രമിച്ചത്. ഇതുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന് പറയുന്നത് എന്താണ് നീതി? ഇവർക്ക് ജീവിതകാലം മുഴുവൻ ശിക്ഷ കിട്ടിയാലും അവർക്ക് നീതി കിട്ടൂ. അവരനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ജീവിതത്തിൽ ഒരാൾക്ക് സംഭവിക്കരുത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് നീതി കിട്ടിയോ നീതി കിട്ടിയില്ലോ എന്നുള്ളതല്ല, ശിക്ഷ കുറഞ്ഞുപോയി, ഈ 6 പ്രതികൾക്ക് ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ള ഒരു വാദത്തിൽ ഈ സമൂഹത്തിന് ഉറച്ചു നിൽക്കാൻ ഈ സമൂഹം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ വെറുതെ വിട്ട പ്രതികൾ ഇതിൽ കുറ്റക്കാരില്ല എന്ന് കോടതി കണ്ടാൽ നമ്മൾ ഒരു സമൂഹമോ മാധ്യമങ്ങളോ പറയുന്നു ഇല്ല, അവര് കുറ്റക്കാർ തന്നെയാണ്, അവര് കാശിന്റെ പിൻബലത്തിൽ രക്ഷപ്പെട്ടതാണ്. എനിക്കറിഞ്ഞുകൂടാ അതെന്താണ് അങ്ങനെ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് അപ്പീല് പോകട്ടെ, പ്രോസിക്യൂഷൻ അപ്പീലിന് പോട്ടെ, അല്ലെ അതിജീവിത അപ്പീലിന് പോയിട്ട് ഈ വെറുതെ വിട്ട പ്രതികളെ കൂടി കൂടുതൽ ശിക്ഷിക്കട്ടെ. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രതിഭാഗം വക്കീല് പറഞ്ഞെന്ന് പറയുന്നു, ഇനി ഹൈക്കോടതി പോയാൽ ഞങ്ങൾ ഊരിപ്പോരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടുമെന്ന്. അവരെന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? അപ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ, അതിന്റെ ദുർബലത, അത് ദുർബലമായിരുന്നു എന്ന് വേണ്ടേ വിചാരിക്കാൻ? അങ്ങനെ വേണമല്ലോ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവുന്ന അങ്ങനെയല്ലേ? അപ്പോൾ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് എന്നാരെങ്കിലും പറയുമ്പോൾ ഇവിടെ മന്ത്രിമാരടക്കം പറയും ഇല്ല, പ്രോസിക്യൂഷന്റെ വീഴ്ചയല്ല ഇത്, പിന്നെ ആരാ? ജഡ്ജിന്റെ വീഴ്ചയാണ്. നമ്മൾ എന്താണ് പറയേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ജോസ് തോമസ്, ഈ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് 3 തവണ ചോർന്നു എന്നുള്ളത് തന്നെ ഈ വിചാരണ കോടതിയെ ഒരു ഘട്ടത്തിൽ അവിശ്വസിക്കുന്നതിനുള്ള കാരണമല്ലേ? കാരണം ഇത് ചോരുന്ന സമയത്ത് അത് ചോർന്ന റിപ്പോർട്ട് FSL നിന്ന് കിട്ടി 2 വർഷക്കാലം ആ റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ പോയിന്റിൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം ഈ വിചാരണ കോടതി ഇല്ല എന്ന നിരീക്ഷണം ശരിയാവില്ലേ ജോസ് തോമസ്? അല്ല, എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്?
അത് അവിടുന്ന് കോടതി ഉദ്യോഗസ്ഥരറിയാതെ വെളിയിൽ പോവില്ലല്ലോ. എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനോ അവർക്കെതിരെ കേസിന് പോകാനോ ഈ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അതിജീവിതയോ ആരും ശ്രമിക്കാതിരുന്ന ജോസ് തോമസ് അത് തെറ്റാണ്. അതിജീവിത പോയി, സുപ്രീം കോടതി വരെ പോയി, അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. അത് ഇനി ജുഡീഷ്യൽ സംവിധാനമാണ് അത് പരിശോധിക്കേണ്ടത്. പക്ഷെ ഒരു നടപടിയും ഈ നിമിഷം വരെയും അതിന്മേൽ എടുത്തിട്ടില്ല. ആ റിപ്പോർട്ടിന്മേൽ അത് പ്രോസിക്യൂഷനോ സംസ്ഥാന സർക്കാരിന്റെയോ കസ്റ്റഡിയിലല്ല, ജുഡീഷ്യറിയുടെ കസ്റ്റഡിയിൽ ഡോക്യുമെന്റ് ആണ്. അതിന് നടപടി എടുക്കേണ്ടത് ജുഡീഷ്യറിയാണ്. അതെ, ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എടുത്തിട്ടില്ല. അപ്പോ നമ്മൾ ആ കാര്യത്തിൽ ജുഡീഷ്യറിയെ വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ 7ാമത്തെ പ്രതി മുതൽ 10ാമത്തെ പ്രതി വരെ വെറുതെ വിട്ടതും ഇപ്പോഴുള്ള പ്രതികൾക്ക് ഈ കുറഞ്ഞ ശിക്ഷ കൊടുത്തതും അവിശ്വസിക്കേണ്ടി വരില്ലേ? അല്ല, കുറഞ്ഞ ശിക്ഷ കൊടുത്തത് അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് കോടതിയെ അവിശ്വസിക്കാൻ തരമില്ല. കോടതിയുടെ വിധിന്യായങ്ങളെ വിമർശിക്കാം, അഭിപ്രായം പറയാം. അതല്ലാതെ ആ ജഡ്ജിനെ അപമാനിക്കുക അല്ലെങ്കിൽ ജഡ്ജിനെ വിമർശിക്കാൻ പറ്റില്ല എന്നാണല്ലോ കോടതി നിയമം. അത് കോടതിയെ ലക്ഷ്യമാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ജഡ്ജിനെ വിമർശിക്കുന്നില്ല. വിധിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് പറയുന്ന ഈ 6 പ്രതികൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി എന്ന് തന്നെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ബാക്കിയുള്ള പ്രതികൾ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നവർ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ള തെളിവുകളെല്ലാം ദുർബലമായിരുന്നു, മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഈ പുറത്തു വന്ന ശബ്ദരേഖകളൊക്കെ ജോസ് തോമസ് എന്തായിരുന്നു? അല്ല, ഞാൻ ചില ശബ്ദരേഖകൾ കേട്ടു. ആദ്യം പൾസർ സുനി അപ്പുണ്ണി എന്ന് പറയുന്ന ദിലീപിന്റെ മാനേജരെ വിളിക്കുന്ന ശബ്ദരേഖ ഞാൻ കേട്ടു. എനിക്കതിനകത്ത് ഒന്നും തോന്നില്ല. അപ്പുണ്ണി ദേഷ്യപ്പെടുകയാണ് അങ്ങോട്ട്. നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നീ എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നത്? എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പറയുന്നു. അതിലെന്താണ് അവിശ്വസിക്കേണ്ട കാര്യങ്ങൾ? പിന്നെ ഞാൻ പറയുന്നത് ഈ ശബ്ദരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മേൽക്കോടതിയിലേക്ക് പോകാമല്ലോ, ഹൈക്കോടതിയിലേക്ക് പോകാമല്ലോ. ഇനി ഇവിടെ ജഡ്ജി പക്ഷാഭേദം കാണിച്ചു, ദിലീപിനോട് ഒരു കൺസിഡറേഷൻ കൊടുത്തു ദിലീപിന് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പീൽ കോടതി ഉണ്ടല്ലോ. ആ വിധിന്യായത്തിൽ എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നതിന്റെ കാരണം ബോധ്യമായിട്ടില്ല. കാരണം വിധിന്യായം ഞാനോ താങ്കളോ വായിച്ചിട്ടില്ല. അത് ശരിയാണ്. Debate with Dr. Arun Kumar.